വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതും 10 മിനിറ്റിൽ ചെയ്യാവുന്ന ഫ്രൈഡ് റൈസ് ഉണ്ട്. അതുപോലെ തന്നെ എഗ് ഫ്രൈഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിരിയാണികളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ബിരിയാണിയും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സൺഡേ ആയിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സാറ്റർഡേ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ നാളെ കുറെ ആളുകൾക്ക് ഹോളിഡേ അല്ലേ സൺഡേ. അപ്പൊ എല്ലാവരും ഈസി ആയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. പിന്നെ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക വളരെ എളുപ്പമാണെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെജിറ്റബിൾസ് നേരത്തെ കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ റൈസ് കുക്ക് ചെയ്ത് വെക്കാം. രാവിലെ എഴുന്നേറ്റ് മിക്സ് ചെയ്താൽ മതി. രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നതെങ്കിലും എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട, എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കാം. അപ്പോൾ റൈസ് കുക്ക് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ മുട്ട ബിരിയാണിയുടെയും അതുപോലെ തന്നെ ഇതിന് മുന്നേ ചെയ്ത ഫ്രൈഡ് റൈസിന്റെ നമ്മുടെ സെഷ്വൺ ഫ്രൈഡ് റൈസിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെള്ളം വറ്റിച്ചെടുക്കുന്ന രീതി, റൈസ് വെള്ളം വറ്റിച്ചെടുക്കുന്ന രീതി, അതുപോലെ തന്നെ റൈസ് കുഴഞ്ഞു പോവാതെ എങ്ങനെ എടുക്കാമെന്നുള്ള രീതി. അത് കുഴഞ്ഞു പോവാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റൈസ് കുക്ക് ചെയ്തതിന് ശേഷവും കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കുഴയാതെ റൈസ് എല്ലാ റൈസിനും, ഫ്രൈഡ് റൈസിനാണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പലപ്പോഴും പലർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് റൈസ് കുഴഞ്ഞു പോകുന്നു. ഞാൻ ഈ റെസിപ്പികളെല്ലാം ചെയ്തിട്ടും എനിക്ക് കമന്റ്സ് വരാറുണ്ട് ഇതുപോലെ, എങ്ങനെയാ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകില്ല എന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനെ ആ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് വളരെ ഉപകാരമായി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു ടിപ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിരിക്കും. എന്ന് വെച്ചാൽ പലരും ആദ്യമായിട്ട് ഒരു 3-4 പ്രാവശ്യം ചെയ്ത് വരുമ്പോഴേ നമുക്ക് ഈ കുഴഞ്ഞു പോവാത്ത രീതിയിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും കുഴയാത്ത ഫ്രൈഡ് റൈസും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ഫ്രൈഡ് റൈസിൽ ചേർക്കാൻ പറ്റുന്ന ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ അതിന്റെ കൂടെ കഴിക്കാനുള്ള കറികളും നമ്മൾ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഏത് കറിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ കഴിക്കാം. ബാച്ചിലേഴ്സിനും നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടുക കുട്ടികൾക്ക്. അതുപോലെ ബാച്ചിലേഴ്സ് ആണെങ്കിലും ഹോളിഡേ ഒക്കെ ആകുമ്പോൾ ഉണ്ടാക്കി കഴിക്കുക. ജോലിക്ക് പോകുന്ന ആളുകൾ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഓഫീസിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് റൈറ്റ് സൈഡിലുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാന്ന് എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസും ഇതുപോലെ തന്നെ തിക്നെസ് കുറച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സവോളയും ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്, നമ്മുടെ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, എല്ലാ വെജിറ്റബിൾസും നമ്മൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത്, ഇത് പച്ചമുളക് കട്ട് ചെയ്തത്, പച്ചമുളക് മാത്രം കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളി, കുരുമുളക് പൊടി, സോയ സോസ്, അതുപോലെ തന്നെ കുറച്ച് വിനീഗർ. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് എടുത്തിരിക്കുന്നത് 2 കപ്പ് ബസ്മതി റൈസ് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ചൂട് മാറിയ റൈസാണ്. ഇതിപ്പോൾ ഞാൻ വെള്ളം വറ്റിച്ചെടുത്തതാണ്. അപ്പോൾ 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം വെച്ചിട്ട് ഉപ്പും വെജിറ്റബിൾ ഓയിലും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം റൈസ് ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ഇത് ചൂട് മാറി വരുമ്പോൾ ഇതുപോലെ തമ്മിൽ ഒട്ടാതെ ഇരിക്കും. അപ്പോൾ റൈസ് കുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ എഗ് ബിരിയാണിയിലും എഗ് ഫ്രൈഡ് റൈസിലും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എഗ് ബിരിയാണിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുകയാണെങ്കിൽ റൈസ് ഒട്ടാതെ കുഴഞ്ഞു പോകാതെ കുക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമുക്കിനി വേണ്ടത് ഉപ്പും വെജിറ്റബിൾ ഓയിലാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒലിവ് ഓയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രൈഡ് റൈസ്. ഈ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു ജോലി മാത്രമേ ഇതിൽ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സുള്ളൂ. ബാക്കി എല്ലാം ഈസിയാണ്. ഇപ്പോൾ നമ്മൾ
പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി മുറിച്ചത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, ഇത് രണ്ടും ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ ചില്ലി ഗോബി അതുപോലെ തന്നെ മഞ്ചൂരിയൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോഴാണ് വൈറ്റ് ആഡ് ചെയ്യുന്നത്. ഫ്രൈഡ് റൈസിൽ വൈറ്റ് ആഡ് ചെയ്യണം എന്നില്ല. ഇതിലേക്ക് നമുക്കിനി മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്കായി പോവാതെ നോക്കണം. ഒന്ന് സോഫ്റ്റായി വന്ന് തുടങ്ങിയാൽ മതി. ഒരുപാട് അങ്ങ് കുക്കായി പോകേണ്ട ആവശ്യമില്ല. ഓരോ വെജിറ്റബിൾസും നമ്മൾ ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടുത്ത വെജിറ്റബിൾ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബീൻസും ചേർത്തു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം 3 കളറിലെ ക്യാപ്സിക്കം വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. യെല്ലോയും റെഡും എല്ലാം ആഡ് ചെയ്യാൻ. ഞാനിപ്പോൾ ഗ്രീൻ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ കളറിലെ ക്യാപ്സിക്കം ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് കൂടുതൽ കളർഫുൾ ആവും. പിന്നെ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നും ഓർഡറിലാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുക്കിംഗ് ടൈം ഉള്ളത് ക്യാരറ്റിനാണ്. അത് കഴിഞ്ഞിട്ടാണ് ബീൻസിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ആദ്യം ഒന്ന് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബീൻസ് ചേർത്ത് ഇളക്കുമ്പോൾ ആദ്യം നമ്മൾ ചേർത്ത ക്യാരറ്റും കൂടി കുക്ക് ആയിക്കോളും. വീണ്ടും ഓരോ വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം ചേർത്ത വെജിറ്റബിൾസ് വീണ്ടും കുക്ക് ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർക്കാം. സവോള മാത്രം ഒരു സവോള എടുത്തിട്ടുള്ളൂ, 1 കപ്പ് എടുത്തിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം 1 കപ്പാണ്. സവോള ഒരു മീഡിയം സവോളയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം നമുക്ക് വിനീഗറിന് പകരമായിട്ട്. പക്ഷെ ഞാനിപ്പോൾ വിനീഗർ തന്നെയാണ് ചേർക്കുന്നത്. ലെമൺ ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. വിനീഗർ ആകുമ്പോൾ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. അത് പുളി അനുസരിച്ച് വ്യത്യാസം വരുത്തുക. ലെമൺ ജ്യൂസിന് നല്ല പുളിയുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ചേർക്കാം. അപ്പോൾ തന്നെ നല്ല കളർഫുൾ ആയി കഴിഞ്ഞു. ഓറഞ്ചും ഗ്രീനും ലൈറ്റ് ഗ്രീനും എല്ലാം ചേർന്നിട്ട്. അപ്പോൾ റെഡും യെല്ലോയും ക്യാപ്സിക്കം കിട്ടുകയാണെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഫ്രൈഡ് റൈസ് കാണാൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ പകുതി ആഡ് ചെയ്യുന്നുള്ളൂ. പകുതി നമുക്ക് അവസാനം ചേർക്കാം. ഇതെല്ലാ വെജിറ്റബിൾസും നമ്മൾ സോട്ട് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, ലോ ഫ്ലെയിമിലല്ല. പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡറിൻ്റെ കളറ് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം കേട്ടോ, ബ്ലാക്ക് പെപ്പർ പൗഡറിന് പകരം. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഡോട്ട്സ് നമ്മുടെ ഫ്രൈഡ് റൈസിൽ കാണാൻ പറ്റില്ല വൈറ്റ് കളർ ആകുമ്പോൾ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യുക. 1/2 ടീസ്പൂണിലും കൂടണ്ട. സോയ സോസ് ആഡ് ചെയ്യുക. സോയ സോസൊക്കെ വളരെ കുറച്ച് മതി. നമ്മൾ ചില്ലി ഗോബി പോലെയുള്ള റെസിപ്പികൾ ചേർക്കുമ്പോൾ ആഡ് ചെയ്യുന്ന അത്രയും വേണ്ട. ആ സോയ സോസിൻ്റെ ടേസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണം, അത്രേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഇനി വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. എന്താണെന്ന് വെച്ചാൽ സോയ സോസിന് ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് കൂടി പോവാതിരിക്കാനാണ് നമ്മളിപ്പോൾ കുറച്ച് ഉപ്പ് വെജിറ്റബിൾസിന് മാത്രം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യാം. അപ്പോൾ റൈസ് ചേർക്കുമ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാൻ എളുപ്പത്തിനാണ് 2-3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്യാന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ചേർക്കാം. അപ്പോൾ ഒരു പെപ്പർ പൗഡറിൻ്റെ കളറാണ് ഈ ഒരു കളർ ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസിൽ. ഇതാണ് ഞാൻ പറഞ്ഞത് വൈറ്റ് പെപ്പർ പൗഡർ ആഡ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഫ്രൈഡ് റൈസ്. ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ഏത് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഏത് ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ ആണെങ്കിൽ ചില്ലി ഗോബി, ഗോബി മഞ്ചൂരിയൻ, അതുപോലെ ചില്ലി സോയ, അങ്ങനെയുള്ള ഏത് റെസിപ്പി ആണെങ്കിലും അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ എഗ്ഗ് മാത്രം കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ എഗ് മഞ്ചൂരിയൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഇൻഡോ ചൈനീസ് റെസിപ്പീസിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യുന്നുണ്ട്.
ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസും ചെയ്യുന്നത്. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്ത ആളുകൾ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കണ്ടിട്ട് ആ ഫ്രൈഡ് റൈസോ ഈ ഫ്രൈഡ് റൈസോ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചില്ലി ഗോപിയാണ്. അപ്പോൾ ചില്ലി ഗോപിയുടെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇൻഡോ ചൈനീസ് റെസിപ്പീസ് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ നമുക്ക് അടുത്ത ദിവസം ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും നമ്മൾ തലേ ദിവസം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറുകളിൽ അടച്ചു വയ്ക്കുക. ഫ്രൈഡ് റൈസിനുള്ള റൈസ് കുക്ക് ചെയ്ത് തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെയുള്ള തട്ടിൽ എടുത്ത് വയ്ക്കുക. രാവിലെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന റെസിപ്പിയാണ്. കറിയും തലേ ദിവസം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിലും ഇപ്പോൾ ഓഫീസ് വിട്ട് വന്ന് കഴിഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ റെഡിയാക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നറിനാണെങ്കിലും റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാം. ആകെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ റൈസ് സോക്ക് ചെയ്ത് വയ്ക്കുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ബെസ്റ്റ് ബസ്മതി റൈസ് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രാൻഡാണെന്ന് പൊതുവെ കമൻറ്റ്സ് വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബ്രാൻഡ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.